എമ്പുരാൻ സിനിമ എന്ന ആ ഒരു എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വൻ രീതിയിൽ വിവാദമായിട്ടുണ്ടായിരുന്നു. അതൊരു ആ സിനിമ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയത്തിനെ പലതരത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് സിനിമ എന്താണെന്ന് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ആസ്വദിക്കാതെ അതിലെന്താണോ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിനെ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ നിറച്ച് അത് തന്നെയായിരുന്നു. അതിൻ്റെ വിവാദം ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് പറയാം. അത് മാത്രമല്ല, ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേട്ടിട്ടുള്ളത് വളരെ വളരെ ഓരോരുത്തരെ ആ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെ പോലും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ പുറത്തു വന്നിരുന്നു. അതെ, ഒരുപാട് ഇപ്പോൾ BJP-ന്റെ ആണെങ്കിലും ഒരുപാട് നേതാക്കൾ വളരെ മോശം രീതിയിൽ വിമർശനങ്ങൾ പുറത്തു വന്നിരുന്നു. അതിപ്പോൾ റീസെൻസറിങ് കഴിഞ്ഞതിന് ശേഷം ആയാലും ആ ഒരു വിവാദം ഒഴിയുന്നില്ല എന്ന് നമുക്ക് പറയാം. കാരണം പിന്നെയും പിന്നെയും അവരെ വേട്ടയാടുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടായാലും ഓരോരുത്തരും ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് പാർലമെന്റിൽ നടന്നിട്ടുള്ള ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിലുള്ളൊരു വാഗ്വാദമാണ് ഇപ്പോൾ ഒരു വാർത്തയായിട്ട് വന്നിട്ടുള്ളത്. അതായത് സുരേഷ് ഗോപിയെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു BJP-യിൽ ആ ഒരു സിനിമയിൽ മുന്ന എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ പോലെയാണ് സുരേഷ് ഗോപി എന്നാണ് ഇപ്പോൾ ഉപമിച്ചിരിക്കുന്നത് ജോൺ ബ്രിട്ടാസ്. BJP-യിൽ തന്നെ നിങ്ങൾക്കൊരു മുന്നേനെ കാണാൻ കഴിയും, ആ ബെഞ്ചിൽ ഇരിപ്പുണ്ട് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നേ എന്ന് പറയുന്ന ക്യാരക്ടർ എത്രമാത്രം ഒരു ക്രൂരനായിട്ടുള്ള ഒരാളായിരുന്നു. ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റോളായിരുന്നു. അതെ, അപ്പോൾ അങ്ങനെ ഒരാളെ വെച്ചിട്ടാണ് സുരേഷ് ഗോപിനെ കമ്പയർ ചെയ്തത്. അത് തന്നെയാണ് എന്ന രീതിയിലാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു താങ്ക്സ് കാർഡിൽ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. റീസെൻസറിൻ്റെ ഭാഗമായിട്ട് അതും കളയണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ടാണ് പിന്നീട് ഒരു പുതിയൊരു സിനിമ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള രീതിയിലായിരുന്നു സിനിമ നമ്മൾ പിന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും എനിക്കത് അല്ലെങ്കിൽ ഞാൻ സിനിമയ്ക്ക് കൊടുത്തിട്ടില്ല, പകരം എൻ്റെ പേര് മാറ്റണമെന്ന് മാത്രമേ അഭ്യർത്ഥിച്ചിട്ടുള്ളൂ. അതവർ റീസെൻസറിങ് കഴിഞ്ഞതിൽ പോലും സുരേഷ് ഗോപി പറയുന്നത് യാതൊരു തരത്തിലും ഒരു വിമർശനങ്ങളൊന്നും ആരും തന്നെ അത്തരത്തിൽ ഉന്നയിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്ന് പോലും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പം ജോൺ ബ്രിട്ടാസിന്റെ ഈ ഒരു അഭിപ്രായത്തോട് അദ്ദേഹം പറഞ്ഞത് എമ്പുരാൻ സിനിമയ്ക്ക് നേരെ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി തൻ്റെ പേര് ചിത്രത്തിന്റെ ക്രെഡിറ്റിൽ നിന്ന് ഒഴിവാക്കിയത് താൻ ആവശ്യപ്പെട്ടത് പ്രകാരം മാത്രമായിരുന്നു എന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. പിന്നീട് ജോൺ ബ്രിട്ടാസിന്റെ ഈ ഒരു പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ മുന്നയോട് സുരേഷ് ഗോപിനെ ഉപമിച്ചുകൊണ്ടായിരുന്നു. മുന്ന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പറ്റി സുരേഷ് ഗോപിയെ ഉപമിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം സുരേഷ് ഗോപിയെ വിമർശിക്കാം എന്നുള്ള രീതിയാണ് നമ്മൾ കണ്ടത്. കാരണം മുന്ന എന്നുള്ളൊരു ക്യാരക്ടർ ആ ഫിലിമിൽ എത്രത്തോളം ഡെപ്തിലാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡ് പുലർത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിലിം കണ്ട എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത്രയും നീചമായ ഒരു ക്യാരക്ടർ ആയിരുന്നു മുന്ന എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, അതെന്താ നമുക്ക് കേൾക്കാം. എമ്പുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് മുന്ന. ആ മുന്നേ ഇവിടെ കാണാം, BJP-യുടെ ബെഞ്ചിൽ കാണാം. ഈ മുന്നേ മലയാളിയും കേരളവും തിരിച്ചറിയും. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, വൈകാതെ ആ തെറ്റ് തിരുത്തും. ജോൺ ബ്രിട്ടാസ് ഇത്തരത്തിലാണ് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആ ഒരു സംസാരം നടക്കുന്നതിനിടയിലായിരുന്നു ഇടപെട്ടുകൊണ്ട് അതൊരു കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കാതെ സുരേഷ് ഗോപി ഇടപെടുകയും അദ്ദേഹം പറഞ്ഞത് എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് യാതൊരു സമ്മർദ്ദവും നേരിടേണ്ടി വന്നിട്ടില്ല. അതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് നിർമ്മാതാക്കൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ്. നിർമ്മാതാക്കൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അതെ, എൻ്റെ പേര് ക്രെഡിറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് നീക്കം ചെയ്യിപ്പിച്ചതാണ്. ഇതാണ് യാഥാർത്ഥ്യം. എമ്പുരാനെ കുറിച്ച് സംസാരിക്കുന്നവർ TP51 റിലീസ് ചെയ്യാൻ ധൈര്യം കാട്ടുമോ? സുരേഷ് ഗോപി മറുപടിയായിട്ട് അതായിരുന്നു ചോദിച്ചത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് സിനിമ ഉയർത്തിക്കാട്ടിയും സുരേഷ് ഗോപി ബ്രിട്ടാസിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തിരിച്ചടിക്ക് പോലെ, അതായത് അവർ പറയുന്നതിന് തിരിച്ചടി പോലെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരിക്കലും നമുക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് പറയാൻ. കാരണം ഇവർ കഷ്ടപ്പെട്ട് ആ ഒരു സിനിമ നിർമ്മിച്ചത് അല്ലെങ്കിൽ ആ ഒരു മേക്കിംഗ് പുറത്തേക്ക് വന്നത് യാതൊരു വിധത്തിലുള്ള റീസെൻസറിങ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ റീസെൻസറിങ് ഇല്ലാതെ ഫസ്റ്റ് സിനിമ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഇപ്പോൾ ഈ കലാപമായാലും അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട്. അതെ, ആ സിനിമ അതായിരുന്നു യഥാർത്ഥ സിനിമ. ഇതിനുശേഷം അത് എഡിറ്റ് ചെയ്യണമെന്ന് തോന്നിയത് നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ സംവിധായകർക്കോ ഇഷ്ടമുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് റീസെൻസറിങ് ചെയ്തതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് ഓക്കെ ആയതുകൊണ്ടാണ് അവർ ആദ്യമേ എന്താ പറയാ റീസെൻസറിങ് ഒന്നും ഇല്ലാതെ, എന്തായാലും ആ വഴിയൂടെ ആണല്ലോ എല്ലാ ഫിലിമും കടന്നു വരുന്നത്. എന്നിട്ട് പോലും അതൊന്നും ചെയ്യാതെയാണ് ഫിലിം
തിയേറ്ററിലേക്ക് പോയത്. അതെ. പക്ഷെ അത് അങ്ങനെ കഴിഞ്ഞിട്ട് അവർക്ക് വന്ന ഒരു അത്രയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർക്ക് ആ സിനിമ ചെയ്യാമായിരുന്നു, കട്ട് ചെയ്യാമായിരുന്നു, ആ പോർഷൻ ഇല്ലാതാക്കാമായിരുന്നു. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ജനങ്ങളിലേക്ക് എത്തുന്നോണ്ട് കുഴപ്പമില്ല എന്ന് അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്, അവർക്കും കൂടെ ഓക്കെ ആയതുകൊണ്ടാണ് അത് പുറത്തേക്ക് എത്തിച്ചത്. പക്ഷെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റീസെൻസറിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു സമ്മർദ്ദവും അവർക്ക് നേരിടേണ്ടി വന്നില്ല എന്ന് സുരേഷ് ഗോപി പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അദ്ദേഹം പറയുന്നതിന്റെ കൂടുതൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാം. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. TP51 എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയിൽ TP ചന്ദ്രശേഖരനെ കുറിച്ചിട്ടുള്ള ഒരു അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. ഒരു സ്റ്റോറി. അതെ, ഈ 51 എന്ന് പറയുന്നത് തന്നെ ആ ഒരു TP ചന്ദ്രശേഖരനെ നേരിടേണ്ടി വന്നിട്ടുള്ള എത്രമാത്രം ക്രൂരമായിട്ടാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതെന്നുള്ള കാര്യം കേരളത്തിലെ മുഴുവൻ എല്ലാവർക്കും അറിയാം. ആ ഒരു മുറിവുകളുടെ എണ്ണമാണ് 51 എന്നുകൊണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ എന്തുകൊണ്ട് റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവിയിലായാലും, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ള വൺ എന്ന് പറയുന്ന മൂവിയിലായാലും, അത് അതിൻ്റെ അകത്ത് ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് പിണറായിയെ ഭയങ്കര രീതിയിൽ പോർട്രേ ചെയ്യുന്ന ഒരു മൂവിയാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരും മറ്റുള്ളവരെല്ലാം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഒരാളെ മാത്രം ഇങ്ങനെ ഭയങ്കര രീതിയിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല രാഷ്ട്രീയക്കാർക്കും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അവരുടെ രാഷ്ട്രീയ പാർട്ടീനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അതിനെതിരെ രംഗത്തെത്താറുണ്ട്. അപ്പോൾ ഇതുപോലാണ് ഈ ഒരു സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ. ഈ ഒരു സിനിമയിൽ വളരെ, പക്ഷെ നമ്മളൊരു രാഷ്ട്രീയപരമായിട്ടല്ല ആ സിനിമ സംസാരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്ത് എന്താണോ സംഭവിച്ചത് ആ കാര്യം അതുപോലെ കാണിച്ചതാണ്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവത്തെയാണ് അവരിങ്ങനെ കൊണ്ടുവന്നത്. ഇനിയിപ്പോ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഒരുപാട് പേർക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ അത് എന്ത് തരത്തിലായിരിക്കും അല്ലെ, ജനങ്ങൾ അത് എന്തിനെയാണ് നോക്കി കണ്ടത്? അതെ, പക്ഷെ ഒരിക്കലും നമുക്ക് ഇപ്പൊ ഈ സുരേഷ് ഗോപി പറഞ്ഞ ആ ഒരു വാക്കുകളോട് നമുക്ക് യോജിക്കാനേ കഴിയില്ല. ജോൺ ബ്രിട്ടാസിന് മറുപടി കൊടുത്തു, അതായത് മറുപടി കൊടുത്തു എന്ന് പറഞ്ഞാലും അതൊരു ശരിക്കും ഒരു മറുപടിയല്ല, എവിടെയൊക്കെ ഒരു മുട്ടാതർക്കം പറഞ്ഞ് ഒഴിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യാതൊരു വിധത്തിലുള്ള ഒരു ഒരു സമ്മർദ്ദം വരാതെ അവർക്ക് വെറുതെ കട്ട് ചെയ്യാൻ തോന്നുന്നത് വില്ലന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞു, പേര് മാറ്റി 18ഓളം സീൻസ് അല്ല, ആ ഒരു കുറച്ച് ഭാഗങ്ങൾ കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും മാത്രം അതിനെ വിധേയമാക്കണമെങ്കിൽ അവർ അത്രയും മാത്രം അതിന് ആ ഒരു സമ്മർദ്ദത്തിന് ഇരയായതുകൊണ്ട് മാത്രമാണ്. പേടി ഉള്ളത് കൊണ്ടാണ് ആ സീനൊക്കെ വേണ്ട എന്ന് പറഞ്ഞതും. അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് തീരുമാനിക്കും? ഇനിയിപ്പോ ജനങ്ങളൊന്നും തീരുമാനിക്കാനില്ല. കാരണം ഫസ്റ്റ് ഡേ ഫിലിം കണ്ട ഒരുപാട് യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഒരുപാടുണ്ട്, ജനങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ പിന്നെ ഒരുപാട് സെർച്ചും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു സംഭവം, എന്താണ് ഈ കലാപം എന്നുള്ളതിനെ പറ്റി ജനങ്ങൾക്കെല്ലാം ഏകദേശം ബോധ്യം വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇതിപ്പോ കട്ട് ചെയ്ത് കളയുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒരുവിധം എല്ലാവരും കണ്ടു കഴിഞ്ഞു. അത് മാത്രമല്ല, അതിനുശേഷം വന്നിട്ടുള്ള ഈ ഒരു ഡിസ്കഷനിലൂടെ ആയാലും അല്ലെങ്കിൽ വിവാദത്തിലൂടെ ആയാലും കുഞ്ഞു കുട്ടികൾ വരെ എന്താണ് എമ്പുരാനിൽ സംഭവിച്ചത്, എന്തുകൊണ്ട് ഇത്രയും കളയണം, അങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ആ ഒരു കലാപത്തിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഒരു രാജ്യത്ത് നടന്നിട്ടുള്ള ഒരു കാര്യം എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും മാത്രം പ്രശ്നം വരുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു, അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ വരല്ലേ എന്ന് പറയുന്നവർ അത്രയും മാത്രം ഒരു സമ്മർദ്ദം കൊടുത്തത് കൊണ്ടാണ് അവർക്ക് അതിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അല്ലാതെ എന്ത് തന്നെയായാലും സുരേഷ് ഗോപി പറഞ്ഞതിൽ വലിയ ഒരു കാര്യമില്ല. അതെ, വസ്തുതാപരമായിട്ട് പക്ഷെ അദ്ദേഹം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ റെലവെന്റ് തന്നെയാണ് നമുക്ക് പറയാം. മറുപടി ആയിട്ടുള്ളത്, അതായത് മറ്റുള്ള പാർട്ടിക്കാർ, അതായത് TP51 എന്ന് പറയുന്ന മൂവി ആയാലും ലെഫ്റ്റ് ആയാലും ചില സീൻസ് അതിൽ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് ഇറക്കാൻ സമ്മതിക്കുന്നില്ല? അതും അവരുടെ അത് ഇറക്കണം അല്ലെ? അതെ, ജനങ്ങളിലേക്ക് ഒന്നും കൂടെ കാണാത്തവർക്കോ അല്ലെങ്കിൽ അത് കാണണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അത് ഒന്നും കൂടെ ഇറക്കണം. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ സിനിമകളിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും അവർ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ അതൊന്നും വേണ്ട എന്ന് കളയാൻ, അല്ല അതെടുത്ത് കളയൂ എന്ന് പറയുമ്പോൾ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല ആ സിനിമ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും അവരിലേക്ക് അറിയിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെന്തിനാണ് ഇത്രമാത്രം ഭയക്കുന്നത് എന്നാണ്. അത് ഈ ഒരു സിനിമേനെ മാത്രമല്ല, മുന്നത്തെ TP51 ആയാലും ലെഫ്റ്റ് ആയാലും അതിലൊന്നും തന്നെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾ ഒന്നും കൂടെ കാണാൻ കഴിയുമെങ്കിൽ ജനങ്ങൾക്ക് അത് കാണണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ നടന്നൊരു സംഭവം വേണമെങ്കിൽ സ്വീകരിക്കാം. അതെ, അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ, അതിനെയൊക്കെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പ്രസ്താവന എന്ന് വെച്ചാൽ മുന്നയോട് ഉപമിച്ചു എന്നതാണ്. അത് നമുക്ക് എത്രമാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേന്ദ്രമന്ത്രിയായിട്ട് ഒരു BJP പ്രവർത്തകൻ എന്ന രീതിയിൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് അദ്ദേഹം മാത്രമാണ്. അപ്പോൾ അതും ഇനി ഇല്ലാതാക്കും, അല്ലെങ്കിൽ നിയമത്ത് നടന്നതുപോലെ തന്നെ ഇനിയും ഇദ്ദേഹത്തിൻ്റെ
കാര്യത്തിൽ ആരും റിസ്ക് എടുക്കില്ല, ഇനി നടക്കില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും മുന്നയോട് ഉപമിച്ചിരിക്കുന്ന ഒട്ടും ശരിയല്ല എന്നാണ് എനിക്കൊരു പേഴ്സണൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെല്ലാവരും വോട്ട് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ആ ഒരു വ്യക്തിനെ നോക്കിയിട്ടാണ്, രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ല. പലതരത്തിലുള്ള അഭിമുഖങ്ങളുള്ളത്, പലതരത്തിലുള്ള ജനങ്ങളുടെ അഭിപ്രായത്തിലും അങ്ങനെ തന്നെയാണ് ഊന്നി നിൽക്കുന്നത്. വ്യക്തി എന്നുള്ള ഒരു പേരിൽ മാത്രമാണ് സുരേഷ് ഗോപി എന്നൊരു ആൾക്ക് വോട്ട് ഇത്രയും കിട്ടാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിനെ കിട്ടിയതും ആള് ജയിച്ചതും ഇനി കിട്ടാനുണ്ടെങ്കിൽ പോലും അങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇനിയിപ്പോ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ എന്താവും എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ വ്യക്തി എന്ന രീതിയിൽ നോക്കിയപ്പോൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ, മുന്നേ എന്ന ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ആരും തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ലായിരുന്നു. നല്ലൊരു വ്യക്തി തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ടാമത് നിന്നപ്പോഴുമായാലും അദ്ദേഹം ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുന്നേ എന്നൊരു ക്യാരക്ടർ ഒരിക്കലും യോജിക്കുന്ന ഒരു കാര്യമല്ല, അത് ഒരിക്കലും ചേരുന്നൊരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം രണ്ടുപേരും പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. അഭിപ്രായം എന്താണ് നമുക്ക്? അതെ, അപ്പോൾ എന്തായാലും ഇതാണ് ഇന്ന് നടന്ന ഒരു വളരെ വിവാദമായ, അല്ലെ വളരെ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ഡിബേറ്റ് തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്, പാർലമെന്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഘട്ടം വരെ എമ്പുരാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റും. അതെ, വീണ്ടും വീണ്ടും വിവാദങ്ങൾ നല്ല അതിന്റെ ഒരു കെടുതി തീരുന്നില്ല, ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാർലമെന്റിൽ വേറെ ഒരു ചർച്ചാ വിഷയമായി എന്ന കാര്യമാണ്. വളരെ ഒരു എല്ലാവരും ആസ്വദിക്കേണ്ട ഒരു മൂവി വേറൊരു തലത്തിലേക്ക് മാറിയേക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വിവാദം വന്നാലും ആ സിനിമയ്ക്ക് ഒരു കോട്ടം തെറ്റുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അതായത് ബഡ്ജറ്റ് പരമായിട്ടാലും അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ പ്രൊഡ്യൂസേഴ്സ് ആഗ്രഹിക്കുന്നത്, എന്താണോ അണിയറ പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നത്, ആ കാര്യങ്ങളാണ് തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ വിമർശനങ്ങൾക്കൊന്നും അതീതമല്ല എമ്പുരാൻ എന്ന് പറഞ്ഞൊരു മൂവി. അത് ഈ ഒരു മറുഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണം നമുക്ക് കരുതാൻ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ലേറ്റസ്റ്റ് എന്തായിരിക്കും ഈ ഒരു മൂവിനെ കുറിച്ചിട്ട് ബാക്കിയുള്ളവർ പറയുക, എന്തായിരിക്കും സിനിമ കളക്ട് ചെയ്യാൻ പോകുന്ന ബഡ്ജറ്റ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിനി കണ്ടിനെ അറിയാം.